പെട്രോൾ എഞ്ചിനിലെ 7 സീറ്റ് അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. 7 സീറ്റിൽ പെട്രോൾ എഞ്ചിനിൽ ഹോണ്ടയുടെ ഒരു BRV സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. 95% കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനം കേട്ടോ. പെട്രോൾ എഞ്ചിനിൽ 7 സീറ്റ് അന്വേഷിച്ച് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷമാണ് പെട്രോൾ എഞ്ചിനിൽ 7 സീറ്റ് നമുക്ക് വരുന്നത് കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടേജ് ഒരു 80-90% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ബാക്ക് ടയർ ഒരു 50% വരുള്ളൂ. ഇത് V ഓപ്ഷനാണ് വരുന്നത് കേട്ടോ. പുഷ്പട്ട സ്റ്റാർട്ട്, ഡുവൽ എയർ ബാഗ്, അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനം തന്നെയാണ്. ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയൊരു വാഹനം തന്നെ കേട്ടോ. ഓടിയുള്ളത് 1,50,000 കിലോമീറ്ററാണ്. A to Z ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ് കേട്ടോ. ഇത് 95% കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനമാണ്. ഗ്രേ മെറ്റാലിക് കളറിലാണ് വരുന്നത് കേട്ടോ. 7 സീറ്റ് വാഹനത്തിൽ മൈൻറ്റൻസ് വളരെ കുറവുള്ളൊരു വാഹനം തന്നെയാണ് BRV എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങൾ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണ്. ആ ഒരു ക്വാളിറ്റി ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് കാണിക്കാൻ കഴിയും. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് എവിടെയും ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫ്രണ്ട് ഒരു 80% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. അതേപോലെ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു 50% വരുന്നുള്ളൂ. ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡും ഇല്ല കേട്ടോ. സെൻസർ കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നത് തന്നെയാണ്. നിലവിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിൽ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഇതിൻ്റെ ടൈലാമ്പിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. റിവേഴ്സ് സെൻസറുണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. V ഓപ്ഷൻ ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനം തന്നെ കേട്ടോ. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട രീതിയിലുള്ള ഒരു വർക്ക് കാര്യങ്ങളോ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡ് ഭാഗത്ത് എവിടെയും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ സീറ്റ് വൈസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത്. ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, കമ്പനി സെറ്റ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് വരുന്നുണ്ട്, സ്റ്റാറിങ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് കേട്ടോ. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുഷ്പട്ട സ്റ്റാർട്ട്, സ്റ്റാറിങ് കൺട്രോള്, മിറർ ഓട്ടോമാറ്റിക് ഫോൾഡിങ്, 4 ഡോർ പവർ വിൻഡോ, അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനം തന്നെയാണ്. അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉള്ളൊരു വാഹനം തന്നെ കേട്ടോ. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ. റൂഫും കാര്യങ്ങളൊക്കെ പക്കയാണ്. സെൻട്രൽ AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനം തന്നെ കേട്ടോ BRV. എൻജിൻ സൈഡൊക്കെ വരുമ്പോഴേ മെക്കാനിക്കൽ സൈഡൊക്കെ ഗ്യാരണ്ടി തരാൻ കഴിയും. ഇതൊരു ഭാഗത്ത് നിങ്ങൾക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല കേട്ടോ. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിലില്ല. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ എന്ത് ഇഷ്യുണ്ടെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ ഓപ്ഷനൊക്കെ നമുക്ക് ഈ വാഹനത്തിന് തരാൻ കഴിയും കേട്ടോ. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. അപ്പോൾ 2017 മോഡൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് കേട്ടോ. ടോപ്പ് എൻഡ് വരുന്നത് പറഞ്ഞാൽ പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട്, ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, ഹെഡ്ലൈറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ് വരുന്നത് കേട്ടോ. 4 അലോയ്സ് കമ്പനി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വാഹനം തന്നെയാണ്. 2017 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഒരു ഫുൾ ഓണിലൊക്കെ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാൻ കഴിയും കേട്ടോ. ഈ വാഹനത്തിന് നമ്മൾ ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് പറയുന്നത് 5,50,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം, നിലമ്പൂർ, കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.